ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കണത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള പറമ്പിലാട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, അവിടെ അങ്ങനെ പറമ്പും സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കാട്ടുചേമ്പ് മുളച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമല്ലേ, കാട്ടുചേമ്പിനൊന്നും ചൊറിച്ചിലില്ലാത്ത സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചേമ്പിൻ്റെ താള് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ചേമ്പിൻ താള് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മാത്രമാണ് ഈ താളിന് ചൊറിച്ചിലില്ലാതിരിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് ചൊറിയുമെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഇലയാട്ടോ ഇത്. ഇതാണ് നമ്മൾ ഈ മടന്തയില തോരൻ വയ്ക്കൂലേ, അതിനും ഈ കർക്കിടക സമയത്തിൽ ഈ തളിരില നമ്മളിങ്ങനെ തെറുത്തിട്ട് പീര വയ്ക്കാനും തോരൻ വയ്ക്കാനൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ തോല് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും, അതെല്ലാവർക്കും അറിയാം. അപ്പം ഞാനതിങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിച്ച് കാണിച്ചതാട്ടോ. പിന്നെ ഞാനത് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ നുറുക്കിയിട്ട് കാണിക്കാം. അപ്പോൾ കണ്ട് ഈ ചേമ്പിൻ്റെ താള് കൊണ്ടുപോയി വെച്ച സ്ഥലത്ത് ഇരിക്കണ സ്ഥലം മുഴുവൻ ഇങ്ങനെ കറ പിടിച്ചേക്കണത്. ഇതിനകത്ത് ഒരുപാട് ഇരുമ്പ് സത്ത് ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഇരുമ്പ് സത്ത് അടങ്ങിയേക്കണതാണ്. നാരുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിപ്പേഷനും വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. അതും കർക്കിടക മാസത്തിലാണ് നമുക്കിത് ഈസി ആയിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കില്ല. മിഥുനം കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഏത് റോഡ് സൈഡിലും പറമ്പിലും കാട്ടിലും ഒക്കെ ഇതിങ്ങനെ ഇഷ്ടം പോലെ പൊന്തി വരും. ആ സമയത്ത് ചൊറിച്ചിലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ കർക്കിടകമൊക്കെ പോവാറായി. അപ്പോൾ ഞാൻ എല്ലാ കർക്കിടകത്തിനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാറുള്ളതാണ്. ഇത്തവണ സമയം തീരാറായി, അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗം വയ്ക്കണതാണ്. അപ്പോൾ അത് വയ്ക്കാനായിട്ട് ഞാനൊരു വലിയ കൂട്ടാങ്കല്ല് കൊടുത്തിട്ട് പരിപ്പ് കഴുകി വേവാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പിന് ഒട്ടും വേവില്ലാത്ത പരിപ്പായതുകൊണ്ടാണ് നേരെ കലച്ചട്ടിയിലേക്ക് തന്നെ വേവിക്കാനായിട്ട് ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ വേവുള്ള പരിപ്പാണെങ്കിൽ അതൊന്ന് കുക്കറിൽ വിസിലടിച്ചിട്ട് ഇതിലേക്ക് ചട്ടിയിലേക്കോ ഏത് പാത്രമാണോ അതിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറേ കഷ്ണങ്ങൾ ചേർക്കാനും ഉണ്ട്. അപ്പോൾ അതാ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പരിപ്പ് പകുതി വേവായിട്ടുണ്ട്, അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വാളംപുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അതും വയ്ക്കണുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ ഉണ്ടെങ്കിൽ കപ്പ എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കപ്പയില്ല. അപ്പോൾ കപ്പയാണ് എടുക്കണമെങ്കിൽ നമ്മൾ കപ്പ വേറൊന്ന് വേവിച്ചിട്ട് ഒരു 3/4 വേവാകുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. കപ്പ നേരെ പരിപ്പിലേക്ക് ഇടരുത്, അതിനൊരു കട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളം ഊറ്റി ആ കട്ടൊക്കെ കളഞ്ഞിട്ട് വേണം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഉരുളക്കിഴങ്ങാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കൂർക്കയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. നമ്മുടെ കയ്യിൽ എന്ത് കഷ്ണങ്ങളാണോ ഉള്ളത് നമുക്കിഷ്ടമുള്ള കഷ്ണങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പരിപ്പും ഉരുളക്കിഴങ്ങും വേവായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇടാം. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും, അത്രയും പൊടികൾ മതി. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പുളിവെള്ളം റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചേക്കണത് ഒരു കപ്പങ്ങ, ഒരു കഷ്ണം വെള്ളരിക്ക, 2 ക്യാരറ്റ്, പിന്നെ കിഴങ്ങ് ഇട്ട് കൊടുത്തല്ലോ, ഇതൊക്കെയാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കഷ്ണങ്ങളാണോ ഉള്ളത് അത് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ കഷ്ണങ്ങൾ ഞാൻ എടുത്തു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് എടുക്കാം, കോവയ്ക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ എടുത്ത് വെച്ച വീഡിയോയും ഇതിൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലെങ്ത് അധികമായിട്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വെള്ളരിക്കയും ക്യാരറ്റും പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തത്, കപ്പങ്ങയും. അപ്പോൾ കപ്പങ്ങയും താളൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. എല്ലാം നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ കപ്പങ്ങ താളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണല്ലോ. അതിലൊന്നും ഒരു വിഷമോ മായോ ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ അതൊക്കെ പണ്ടുള്ള ആളുകൾ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേനും താളും തകരയും ഒക്കെ കറി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ തകരയൊന്നും കാണാൻ പോലും ഇല്ല നമ്മുടെ നാട്ടിലൊന്നും, ഏതെങ്കിലുമൊക്കെ പറമ്പുകളിൽ ഉണ്ടെങ്കിലായി. അപ്പോൾ അന്നൊക്കെ അതൊക്കെ കറി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛാണല്ലേ, കാട്ടിൽ നിൽക്കണതൊക്കെ പറിച്ച് കറിയാക്കുന്നത്. പക്ഷേ അതിനകത്തൊക്കെയുള്ള ഗുണങ്ങൾ എന്താണെന്ന് അന്ന് ഇപ്പോഴാണ് ആളുകൾ അതൊക്കെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരും അത് കിട്ടിയാൽ കൊള്ളാമെന്നായപ്പോൾ അത് കിട്ടാനും ഇല്ലാതെയായി. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടണതൊക്കെ ഇതുപോലെ ശേഖരിച്ച് പറ്റും പോലെയൊക്കെ കറികളൊക്കെ വയ്ക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ അരിഞ്ഞിട്ടുള്ള
ഒരു ചെറിയ ഇല ഉണ്ടായില്ലേ, ചേമ്പിൻ്റെ മടന്തയില, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താളും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇളക്കാതെ തന്നെ അങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ചു. കാരണം നമ്മൾ ഈ താളിടുമ്പോൾ ഇത് ചട്ടി നിറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഇളക്കണ്ട, ഒരാവി കയറി കഴിയുമ്പോൾ അതങ്ങോട്ട് താന്നു പൊക്കോളൂ. അപ്പോൾ ഇപ്പോൾ ആവിയൊക്കെ കയറിയപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തേങ്ങ അരച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3-4 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് അരച്ചതാണ്. അപ്പോൾ നമ്മളിത് അവിയലിന് ഒതുക്കുന്ന പോലെ ഒതുക്കിയതുമല്ല, കൂട്ടാത്തിന് അരയ്ക്കണ പോലെ അരച്ചതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കണ ഒരു തരിതരിപ്പായിട്ടുള്ള ഒരു പാകത്തിന് എടുത്ത അരപ്പാണ്. അതാണിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ താളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ ചട്ടിയിലുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ, മൺചട്ടിയാണല്ലോ, പിന്നെ അതവിടെ ഇരുന്ന് തിളച്ചോളും. അപ്പോൾ തിള കയറുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ആട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ എന്തോരം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി താളിച്ചൊഴിച്ചിട്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ആ ആവിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് പിന്നെ ഞാനിത് ഇളക്കി കൂട്ടിയത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതല്ലെങ്കിൽ ഇത് നമുക്ക് ചായയുടെ കൂടെയും കഴിക്കാം. ഇതിൻ്റെ കഷ്ണങ്ങൾ മാത്രം കൂട്ടി നമുക്ക് ചായക്കും കഴിക്കാൻ നല്ലതാണ്. ഇതൊരു കംപ്ലീറ്റ് മീൽ തന്നെയാണ്. നമുക്കിത് ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയതാട്ടോ. അപ്പോൾ ഇനി ഞാൻ ചിലപ്പോൾ ഇതിങ്ങനെ കഴിക്കുകയുള്ളൂ, ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല, തോന്നുകയാണെങ്കിലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇത്രയും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വിഭവം.